ടെലിവിഷൻ പ്രേക്ഷകരുടെ ഇഷ്ടനടിയാണ് ഉമാ നായർ. വ്യത്യസ്തമായ കഥാപാത്രങ്ങളുമായി സീരിയലിൽ സജീവമാണ് താരം. സൂര്യ ടിവിയിൽ സംപ്രേഷണം ചെയ്തു വരുന്ന കളിവീടും ഏഷ്യനെറ്റിലെ വാനമ്പാടിയുമൊക്കെ ഉമയുടെ അഭിനയ മികവിൽ മികച്ചതാണ്. വാനമ്പാടിയിലെ നിർമ്മലേട്ടത്തെ അവതരിപ്പിച്ചതോടെയാണ് ഉമാ നായരുടെ കരിയർ മാറിമറിഞ്ഞത്. കുടുംബ പശ്ചാത്തലത്തിൽ ഒരുങ്ങിയ വാനമ്പാടിയിൽ പത്നിനിയായി എത്തിയത് സുചിത്ര നായർ ആയിരുന്നു. നെഗറ്റീവ് ടച്ചുള്ള പപ്പിയായി സുചിത്ര കയ്യടി നേടിയപ്പോൾ പോസിറ്റീവ് കഥാപാത്രത്തെയായിരുന്നു ഉമ അവതരിപ്പിച്ചത്. അമ്മ വേഷമായാലും സഹോദരിയായാലും വ്യത്യസ്തതയുള്ള കഥാപാത്രങ്ങൾ മാത്രമേ ഉമാ നായർ സ്വീകരിക്കാറുള്ളൂ. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ കുടുംബത്തിന്റെ ചുമതല മുഴുവനായും ഉമയ്ക്ക് ഏൽക്കേണ്ടി വന്നിരുന്നു. 2 കുഞ്ഞുങ്ങൾക്ക് അമ്മയും അച്ഛനുമായി നിലകൊണ്ട വ്യക്തിത്വം. ഇതിന്റെ ഇടയിൽ കുറ്റപ്പെടുത്തലുകളും പഴിചാരലുകളും ഏറെ. എന്നാൽ പ്രതിസന്ധി ഘട്ടങ്ങളെ ഓരോന്നായി അതിജീവിക്കുമ്പോൾ ഉമ കൂടുതൽ ശക്തയായി. തന്റെ ജീവിതത്തിൽ മക്കൾക്ക് വേണ്ടി മാത്രം നിലകൊണ്ട അമ്മയാണ് ഉമാ നായർ. ഭർത്താവിന്റെ വിയോഗം അവരെ തളർത്തിക്കളഞ്ഞുവെങ്കിലും മക്കൾ അറിയാതെ ഒരു രാത്രി മുഴുവൻ സങ്കടം ഉള്ളിലൊതുക്കി ജീവിച്ച ശക്തിയായ സ്ത്രീ കൂടിയാണ് ഉമ. മക്കൾക്ക് എക്സാം നടക്കുന്ന സമയമാണ്. അച്ഛന്റെ വിയോഗം മക്കളെ അറിയിക്കാതെ ഒരു ഭാവമാറ്റം കൊണ്ടുപോലും മക്കൾ അറിയാതിരിക്കാൻ ഉമ ഏറെ ശ്രദ്ധിച്ചു. അടുത്തിടെയാണ് തന്റെ ഭർത്താവിന്റെ വിയോഗ സമയത്തെക്കുറിച്ച് ഉമാ നായർ തുറന്നു പറഞ്ഞത്. കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങൾ വന്നപ്പോൾ ഞാൻ കാട്ടിൽ അകപ്പെട്ട പോലെയായിരുന്നു. അവിടെ വെച്ചാണ് ഞാൻ ജീവിതത്തിൽ ഒറ്റയ്ക്കാണെന്ന് തിരിച്ചറിഞ്ഞത്. ഇനി ഞാൻ ഒറ്റയ്ക്കാണ് ആ പ്രശ്നങ്ങളിൽ നിന്ന് കയറി വരേണ്ടതെന്ന് അന്ന് ഞാൻ മനസ്സിലാക്കി. അതിൽ നിന്ന് കരകയറി വരേണ്ടത് എൻ്റെ ആവശ്യമാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. കല്ലും മുള്ളും തീയും നിറഞ്ഞ വഴികളിലൂടെയാണ് പിന്നീട് സഞ്ചരിച്ചത്. എല്ലാ ദുർഘടങ്ങളായ പാതയും ഞാൻ ചാടിക്കടന്നു. കാരണം എന്നെ മാത്രം വിശ്വസിച്ച് 2 ജീവനുകൾ വീട്ടിലുണ്ടായിരുന്നു. എൻ്റെ മക്കൾ. അവരെ ബാധ്യതയായി ഞാൻ ഇന്നേ വരെ കണ്ടിട്ടില്ല. ഒരു അമ്മയാകുക എന്നത് ഭൂമിയിലെ ഏറ്റവും വലിയ കാര്യമായി ഞാൻ കരുതുന്നുവെന്നും ഉമാ നായർ പറഞ്ഞു. അതേസമയം അടുത്തിടെ തനിക്ക് മകൾ നൽകിയ ജന്മദിന സമ്മാനത്തെക്കുറിച്ചും ഉമാ നായർ കുറിച്ചു. എനിക്ക് ഇതുവരെ ലഭിച്ചതിൽ വെച്ച ഏറ്റവും മികച്ച ജന്മദിന സമ്മാനം ഈ ഫോട്ടോ ഫ്രെയിം കണ്ടപ്പോൾ എൻ്റെ കണ്ണുകൾ നിറഞ്ഞു. അദ്ദേഹത്തിന്റെ ഒരു ഭാഗം എന്നോടൊപ്പം ഉള്ളതുപോലെ തോന്നി. അതെന്നെ സന്തോഷവും സ്നേഹവും കൊണ്ട് നിറയ്ക്കുന്നു. നന്ദി.